അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളുടെ പുതിയ വീഡിയോയ്ക്കുള്ള സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ ഒരു സാധനം ഉണ്ടാക്കി നമ്മുടെ XP ഫാം. അത് വർക്കിംഗ് ആണോ എന്ന് നിങ്ങൾക്ക് XP ബാർ നോക്കിയാൽ തന്നെ മനസ്സിലാവും. കാരണം ഗ്രൈൻഡിങ് തന്നെയായിരുന്നു ഈ നമ്മുടെ പണി. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്തിനാണ് ഇത്ര XP എടുത്തത് എന്ന്. യെസ്, നമ്മുടെ ആർമറും ടൂൾസ് എൻചാൻറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എൻചാൻറ്റ് ചെയ്യണതിന് XP വേണം. അപ്പോൾ XPയിൽ നമ്മളിതുണ്ടാക്കി. അപ്പോൾ നമുക്ക് എൻചാൻറ്റ് ചെയ്യാം. അതിന് മുമ്പ് നമ്മൾ എൻചാൻറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ബ്രിഡ്ജ് ഉണ്ടാക്കണം കേസ്. കാരണം ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ ഇവിടെ നിന്ന് ചാടിപ്പോയി അവിടെ നീന്തി പോകണം. അല്ലെങ്കിൽ ഞാൻ ഇത് കൂടെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് അവിടെ പോകണം. അപ്പോൾ ഇത് കൂടെ ഇത് നമ്മൾ അന്ന് അങ്ങോട്ട് പോകണ്ടാക്കിയൊരു ചെറിയ ഇതാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളൊരു ഡിസൈനൊക്കെ ചെയ്തിട്ടൊരു നല്ല ബ്രിഡ്ജ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഉണ്ടാക്കണം. ഇത് എൻ്റെ ഒരു രൂപം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഈ വീടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഒരു അവിടെ നിന്നൊക്കെ നേരെ അത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ബ്രിഡ്ജ്, അല്ലെങ്കിൽ ഇത് ഇവിടെ നിന്ന് നേരെ സ്ട്രെയിറ്റ് ബ്രിഡ്ജ്, എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകും. അപ്പോൾ അങ്ങനെ ഒരു ബ്രിഡ്ജാണ് ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കണത്. അപ്പോൾ നമുക്ക് അതും ബിൽഡ് ചെയ്യണം, അതേപോലെ നമുക്ക് എൻജാൻറ്റും ചെയ്യണം. അപ്പോൾ മോബിനെ കൊന്നിട്ട് പോയില്ലേ ഇതൊക്കെ. അപ്പോൾ നമുക്ക് ഞാൻ മോബിനെ കൊണ്ടിട്ട് XP ഒന്നും എടുക്കില്ലേ തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എൻജാൻറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യണ്ട. എഫിഷ്യൻസി 4. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തുകൊണ്ടാണ് ലൈക്കും ഷെയറും ചെയ്യാൻ പറയാത്തതെന്ന്. खत्म, बाय बाय, टाटा, गुड बाय, गया. അപ്പോൾ എന്തായാലും ആ പറയാൻ മറന്നുപോയി. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് 100 സബ്സ്ക്രൈബേഴ്സൊക്കെ എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ റോഡ് ടു 100K അത്ര 100 സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യാം, എന്തായാലും ചെയ്യട്ടെ. ഓക്കെ, നമുക്ക് വേഗം ചെയ്യാം. അയ്യോ, ഓക്കെ, പ്ലീസ് അൺബ്രേക്കിംഗ് 3 ഉണ്ടാവണേ പ്ലീസ്. അൺബ്രേക്കിംഗ് 3 ഉണ്ട്, ഫോർച്യൂൺ 2 ഉണ്ട് കേസ്. യെസ്, നമുക്ക് ഇതും കൂടി ഒന്ന് നോക്കി നോക്കാം പ്ലീസ്. എഫിഷ്യൻസി 4. നമുക്ക് എല്ലാം എൻജോയ് ചെയ്യാൻ ഇതുണ്ടാവൂ. ഈ അൺബ്രേക്കിംഗ് 3 മാത്രം. നല്ല സാധനം. നമുക്ക് ഇതില്ല കേസ്, നമുക്ക് ലെവലില്ല. നമുക്കൊരു കാര്യം ചെയ്ത് വയ്ക്കാം. നേരെ അവിടെ പോയിട്ട് കുറച്ചേരം കൂടി ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. 2000 years later. ഗായ്സ്, എല്ലാം റെഡിയാണ്. ഞാൻ ഫുള്ളി എൻജോയ്ഡ് ആയിരിക്കുന്നു. യെസ്, കാരണം നമ്മളുടെ ഗ്രൈൻഡ് സ്റ്റോൺ വെച്ചിട്ട് ഞാൻ ഇതൊന്നും കൂടി റെഡിയാക്കി. നമ്മൾ എഫിഷ്യൻസി 4ഉം അൺബ്രേക്കിംഗ് 3ഉം കിട്ടി. പിന്നെ ഇതിന് ഫയർ പ്രൊട്ടക്ഷനും അൺബ്രേക്കിങ്ങും, ഇതിന് പ്രൊട്ടക്ഷൻ 3 എന്താണ് ഡെപ്ത് സ്ട്രൈഡർ 3ഉം അൺബ്രേക്കിംഗ് 3 കിട്ടിയത്. അത് തന്നെ ഇതിൽ ആദ്യം കിട്ടിയത് ഡെപ്ത് സ്ട്രൈഡറാണ്. പിന്നെ ഞാൻ ഒന്നും കൂടിയും ഗ്രൈൻഡ് ചെയ്തിട്ട് ഒന്നും കൂടി ചെയ്തപ്പോഴാണ് ലക്കിന് അൺബ്രേക്കിംഗ് കിട്ടിയത്. ലിറ്ററലി വെരി ഗുഡാണ് സാധനം. ഇനി ഫെദർ ഫാളിങ്ങും കൂടിയും കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ് എൻ്റെ ഒരു നല്ല ഗുണം. നീ നന്നായിരുന്നു എന്ന് പറഞ്ഞതാണ്. അപ്പോൾ നമുക്കിനി നമ്മളുടെ ഈ പണിക്ക് കിടക്കണം. നമ്മളുടെ ഇത് ഉണ്ടാക്കാൻ നമുക്ക് നമ്മളുടെ
ബ്രിഡ്ജ് ഉണ്ടാക്കണം. അപ്പോൾ ഇതിന് കൂടുതലും സ്പ്രൂസ് വുഡ്, അതേപോലെ സ്പ്രൂസ് സ്ലാബ്, പിന്നെ കുറച്ച് ലാൻറ്റേണും, പിന്നെ വാളോ അല്ലെങ്കിൽ ഇതേപോലത്തെ ബാരൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ബ്ലോക്സ്, ഇതൊക്കെയാണ് ഞാൻ ഇതേപോലെ ഈ ഒരു ഡിസൈൻ തന്നെ ഒരു ബ്രിഡ്ജിൽ കൊണ്ടുവരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സ്മാൾ ബ്രിഡ്ജാണ്, അപ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. ഇപ്പം നമുക്ക് കുറച്ച് ഷുഗർ കെയിൻ ഇവിടുന്ന് മാറ്റേണ്ടി വരും. കാരണം ഇപ്പോൾ നമുക്ക് ഇവിടെ ഷുഗർ കെയിൻ നട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടെ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇത് മുതൽ അതേപോലെ തന്നെ അവിടെ വരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോണ പോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു തുള ഒളിച്ചിട്ട് ഈ മണ്ണും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഇവിടെ നിന്ന് ഉണ്ടാക്കണം. അപ്പോൾ പിന്നെ അത് വേണ്ട വിചാരിച്ചുകൊണ്ടാണ് ഞാൻ നേരെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഉണ്ടാക്കാൻ നോക്കുന്നത്. നമുക്ക് നമ്മളുടെ ഈ 46 ഷുഗർ കെയിൻ അപ്പുറത്തും ഉണ്ട് നടാം. അല്ലെങ്കിൽ ഇവിടെ നട്ടില്ല, നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് നമുക്ക് ഇവിടെ നട്ടില്ല, അത് നല്ലത്. ഇവിടെ ആൻഡ് ഫൈനലി ഓക്കെ നമ്മളത് നട്ട് വെച്ചിട്ടുണ്ട്. അതാ ഞാൻ 360 അടിക്കട്ടെ. ഓക്കെ, നൗ ദെൻ നമുക്ക് നമ്മുടെ ബ്രിഡ്ജുകളുടെ പണിക്ക് നോക്കാം, അതായത് പോവാം. ഗേസ് നോക്കൂ, നമ്മളുടെ പണിയൊക്കെ കഴിഞ്ഞു ഗേസ്. നമ്മളുടെ ബ്രിഡ്ജിൻ്റെ നമ്മളുടെ പണി കഴിഞ്ഞു ഗേസ്. ആ ബ്രിഡ്ജും ഈ ബ്രിഡ്ജും നോക്കി ഗേസ്, ഞാൻ കുറേ നേരം ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിനെന്തോ ഒന്നും പറ്റാതെ ഞാൻ വേറൊരു ഡയമണ്ട് ആക്സ് എടുത്തു. പിന്നെ ഈ സോഡ് ഇതൊക്കെ ഞാൻ എന്താന്ന് പറഞ്ഞുതരാം. ഞാൻ ഇതിൻ്റെ കോബിൾ സ്റ്റോൺ എടുക്കാൻ വേണ്ടി കുറേ കോബിൾ സ്റ്റോൺ എടുത്തു. അതെടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് എടുത്തപ്പോൾ തന്നെ കുറേ എൻ്റെ ചെസ്റ്റിൽ ബാക്കി ഉണ്ടായിരുന്നു, മുകളിലത്തെ ചെസ്റ്റിൽ. പിന്നെ ഞാൻ കുറച്ച് കോബിൾ സ്റ്റോണും എടുത്തു. ഡീപ്പ് സ്ലേറ്റ് കുറേ എടുത്തു എന്ന് പറഞ്ഞാൽ കുറേ അതിൻ്റെ ബലം ഇവിടെ ഉണ്ടാവും. ഉണ്ട് യെസ്. ഇത്രയും ഡീപ്പ് സ്ലേറ്റും എടുത്തോണ്ട് എനിക്ക് ഡയമണ്ട് കുറച്ചും കൂടി കിട്ടി. പിന്നെ ഞാൻ കുറേ കഷ്ടപ്പെട്ട് ലെവൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ പിന്നെ ഇത് എൻജോയ് ചെയ്തു. അതാണ് ഉണ്ടായത് മോനെ. ഇത് നല്ല ടഫായിരുന്നു ലിറ്ററലി, ദാറ്റ്സ് എ പ്രോബ്ലം. അപ്പം എന്തായാലും ഞാൻ ഇവിടെ ഓക്കെ. പിന്നെ ഞാൻ ഒരു ലെയറും കൂടി എടുത്ത് ഷുഗർ കെയിൻ എടുത്ത് കളഞ്ഞു, കാരണം ഇത് കുറച്ചും കൂടി ഇതാവണമെന്ന് വിചാരിച്ചുകൊണ്ട്. പിന്നെ ഇതിനൊരു പ്രോബ്ലം എന്താ വെച്ചാൽ ഇവിടെ നിന്ന് ഇതിന് അങ്ങോട്ട് ഒരു പാത്ത് ഉണ്ടാക്കണം. ആ പാത്ത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണെങ്കിലും എന്തോ ഒരു പോലെ തോന്നുക. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വല്ല മോപറ്റ ചേട ഒറ്റടിക്ക് കിച്ചുക്കും പറഞ്ഞ പോലെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബൈ.